അജീഷെ, ഇപ്പോഴും അതായത് രജിസ്ട്രേഷൻ അടക്കം അല്ലെങ്കിൽ പൂർത്തിയാക്കിയിട്ടില്ല, അല്ലെങ്കിൽ മറ്റ് ഭവന നിർമ്മാണത്തിന് വേണ്ട കാര്യങ്ങളൊന്നും തന്നെ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് CPM അടക്കം ഉന്നയിക്കുന്നത്. ആ ഘട്ടത്തിൽ അതായത് സ്ഥലം വാങ്ങിയപ്പോൾ തന്നെ കയ്യിലുള്ള പണമെല്ലാം തീർന്നു കഴിഞ്ഞു, ഇനി വീട് വെക്കാൻ വേറെ പൈസ കണ്ടെത്തേണ്ടതുണ്ട് എന്നുള്ളതാണ്. അത് കോൺഗ്രസ് അല്ലെങ്കിൽ ACC അവരുടെ തനത് ഫണ്ടിൽ നിന്നൊക്കെ തന്നെയാണ് പറയുന്നത്. അതായത് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ പൈസ തീർന്നു കഴിഞ്ഞു, ഇനി വീട് വെക്കാനുള്ള പണം അത് വേറെ കണ്ടെത്തേണ്ടതുണ്ട്. ഈ പറഞ്ഞ സമയത്ത് നേരത്തെ വലിയ രീതിയിൽ പറയുന്നുണ്ടായിരുന്നു, സർക്കാർ വീട് വെക്കുന്നതിനൊപ്പം അല്ലെങ്കിൽ അവർക്ക് മുമ്പേ വീട് വെക്കുമെന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതെന്തായാലും നടക്കാൻ പോകില്ല. പക്ഷേ ഇനിയും കാത്തിരിക്കണം. അതായത് ACCയുടെ ഫണ്ട്, KPCCയുടെ തനത് ഫണ്ട് ഇനിയും വരണം. അക്കാര്യത്തിലൊക്കെ ഒരു തീരുമാനമായ ശേഷമായിരിക്കും ആദ്യ കല്ല് ഇടുക. അങ്ങനെ തന്നെയാണ്. കാരണം ഇനി എന്തായാലും ടൗൺഷിപ്പിന്റെ നിർമ്മാണം ഏതാണ്ടൊക്കെ പൂർത്തിയായി. ഇനി അത് നിർമ്മാണം പൂർത്തിയാകുന്നതിന് മുമ്പ് ഇവർ വീട് വെച്ച് തീരും എന്നുള്ളൊരു പ്രതീക്ഷയൊന്നും ആർക്കുമില്ല. ഇനി എന്തായാലും 130 വീട് വെക്കണമെങ്കിൽ ആ ഒരു വീടിന് 10 ലക്ഷം രൂപ ഒരു എസ്റ്റിമേറ്റ് ഇട്ടാൽ പോലും ഏതാണ്ട് 13 കോടിയോളം രൂപ വേണം. ആ 13 കോടി രൂപ എവിടെ നിന്ന് കണ്ടെത്തും എന്നുള്ളൊരു ചോദ്യം പ്രസക്തമാണ്. അപ്പോൾ നമ്മൾ അദ്ദേഹത്തോട് തന്നെ ചോദിച്ചിരുന്നു 13 കോടിയിൽ തീരുമോ എന്നുള്ളത്. എന്തായാലും അത് ആ എസ്റ്റിമേറ്റ് ഒന്നും എടുത്തിട്ടില്ല. എന്തായാലും വൈകാതെ തന്നെ അതിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കും. അതിനുള്ള പണം അത് പാർട്ടിയുടെ തനത് ഫണ്ടിൽ നിന്ന് KPCCക്കും ഫണ്ടുണ്ട്, ACCക്കും ഫണ്ടുണ്ട്. അവരിൽ നിന്നൊക്കെ ഈ ഫണ്ട് എടുത്ത് ഈ വീട് നിർമ്മിക്കുമെന്നാണ് പറയുന്നത്. എന്തായാലും ഒരു നാണക്കേട് തന്നെയാണ്. കാരണം ഇവരുടെ തുടക്കം മുതലുള്ള പ്രഖ്യാപനം ഈ ടൗൺഷിപ്പ് നിർമ്മാണം പൂർത്തിയാകുന്നതിന് മുൻപ് തന്നെ KPCC വീട് വെച്ച് നൽകുമെന്നുള്ളതായിരുന്നു. എന്തായാലും അവർ പറയുന്ന ഒരു ഒഴിവുകഴിവ്, ഒരു ന്യായീകരണം എന്ന് പറയുന്നത് സർക്കാരിനോട് ഭൂമി ചോദിച്ചു, പക്ഷേ സർക്കാർ ഭൂമി അലോട്ട് ചെയ്തില്ല. അതിന് പകരം സ്വന്തമായി സ്വകാര്യ ഭൂമി കണ്ടെത്തി വാങ്ങേണ്ടി വന്നു. ഈ വാങ്ങേണ്ടി വന്നതിന് പണം ഒരുപാട് ചെലവായി. അതാണ് ഇത്ര വൈകിയത് എന്നുള്ളൊരു ന്യായീകരണമാണ് KPCCയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുന്നത്. എന്തായാലും ഈ ന്യായീകരണങ്ങൾക്കൊപ്പം തന്നെ അദ്ദേഹം അജീഷാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. എത്ര തുക പിരിച്ചു, എത്ര രൂപ ചെലവായി എന്ന കണക്കാണ് ഇതുവരെ ഉള്ളതിൽ വെച്ച് ആദ്യമായി KPCC കണക്ക് പുറത്തുവിടുകയാണ്. വയനാട് ചൂരൽമല മുണ്ടക്കൈ ദുരന്തവുമായി ബന്ധപ്പെട്ട അവരുടെ പുനരധിവാസവുമായി ബന്ധപ്പെട്ട കോൺഗ്രസ് നിർമ്മിച്ചു നൽകുന്ന വീടുകൾ അല്ലെങ്കിൽ ടൗൺഷിപ്പിന് വേണ്ടി ഇതുവരെ എത്ര പിരിച്ചു, അതിൽ എത്ര ചെലവായി എന്നുള്ളൊരു കണക്ക് ആവർത്തിച്ച് ചോദിച്ച ഘട്ടത്തിൽ ഒടുവിൽ നിൽക്കക്കള്ളിയില്ലാതെ ഇപ്പോൾ KPCC പ്രസിഡന്റ് പുറത്തുവിടുകയാണ്. പക്ഷേ ആ തുക പര്യാപ്തമല്ല. ആദ്യമായി ഇനി വീടിന് തറക്കല്ലിട്ടു തുടങ്ങി എന്നാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞത്. പക്ഷേ ആ തറക്കല്ലിടാൻ ഇനി പണം കണ്ടെത്തേണ്ടതുണ്ട് എന്നുള്ള തരത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.